ഇപ്പോൾ അതുല്യയുടെ അച്ഛൻ്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക്. എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനോട് അത്ര ഒരു ഇൻറ്റിമസി ഉള്ള മോളാണ്. നമുക്ക് അതിനകത്ത് വളരെ ദുരൂഹമായ സാഹചര്യമുള്ളൂ. എന്താണെന്ന് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഒരു ഭർത്താവാണ്. നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അക്രമസക്തനാവുന്ന ഒരു മനുഷ്യനാണ്. എപ്പോഴും നിരന്തരം പീഡനങ്ങൾക്കിരയായി സഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സഹിച്ച് കുഞ്ഞിന് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനു മുമ്പ് ഇതോടൊക്കെ പല ആവർത്തി ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പോലീസ് കേസ് വരെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയണം. എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഏതെല്ലാം വരെ പോകണമെന്നുള്ളത്. ഇപ്പോൾ അവിടുന്ന് UAE ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിയാതെ ഇനിയിപ്പം അതിനെപ്പറ്റി അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നമ്മൾ അറിയണമല്ലോ എന്താണ്. അതൊക്കെ അറിഞ്ഞെങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത നീക്കങ്ങൾ ബോഡി കൊണ്ടുവരുന്നതിനെ പറ്റി ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോഡി ഓൾറെഡി ഫോറസ്റ്റിലാണെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നാണ് അറിഞ്ഞത്. ഇനി അതിൻ്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ ലേറ്റാവും. നാളെ ഒരു പക്ഷേ ലീവായിരിക്കും. അവിടെ അവധി ദിവസമാണ്. ചിലപ്പോൾ ലേറ്റാവാൻ സാധ്യതയുണ്ടെന്നും ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. പരാതി ഇപ്പോൾ ഇന്നലെ അവിടെ ബർത്ത്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അനിയത്തിനടുത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരികെ വന്നായിരിക്കും. അപ്പോഴായിരിക്കും ഇദ്ദേഹം മദ്യപിച്ച് ഓവറാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരു നോർമൽ മദ്യപാനമാണെങ്കിൽ അത്രയും വിഷയങ്ങൾ വരത്തില്ല. മദ്യപാനം ഓവറാകുമ്പം വയലൻ്റ് ആവുകയും നിസ്സാര ഒരു കാര്യമില്ലാതെ തന്നെ എനിക്കറിയാം. ഞാൻ ഒരു കാര്യമില്ലാതെ തന്നെ അറ്റാക്ക് ചെയ്യും പെട്ടെന്ന് കാര്യം. അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. ആ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഞാൻ ഒരു വർഷം മുന്നേ അവിടെ ഉള്ളപ്പോഴേക്കും ഒരു ഭയങ്കര മർദ്ദനമൊക്കെ ഉണ്ടായി. അന്ന് ഞാൻ പോയി പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്ന് അനിയത്തിയുടെ റൂമിൽ കൊണ്ട് നിർത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ അന്ന്. പിന്നെ ഇവൻ വന്ന് കാല് പിടിച്ച് കരയുമ്പം പെൺമനസ്സിൽ അല്ലെങ്കിൽ അവളങ്ങ് പുറകിനങ്ങ് പോകും. അന്ന് ഞാൻ കട്ടാൻ റൈസായിട്ട് പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇനി ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്യരുതെന്ന്. പക്ഷേ ഇവൻ വന്ന് നിരന്തരം കരഞ്ഞ് കാല് പിടിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ കുഞ്ഞ് പോയത് വീണ്ടും